الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله إلى آخر الآية. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل: فقد قال رسول الله صلى الله عليه وسلم: كل مولود يولد على الفطرة فأبواه يوحدانه أو ينصرانه أو يمجسانه إلى آخر الحديث. شفيعنا رسول الله. അങ്ങയെ ഓർത്തൊരൽപ്പമനുധാവനം ചെയ്യാൻ കനവിൽ വന്നെനിക്കൊരധ്യാപനം നൽകാൻ മനമിൽ അഴകാർന്നൊരാസ്വാദനം നേടാൻ ഭൂമിയിലുള്ള സ്വർഗ പൂങ്കാവനം കാണാൻ വിധിയേകണേ നാദാ കൊതി കാണണേ വിധിയേകണേ നാദാ കൊതി കാണണേ മതിയാവോളം വരെ റൂഹ് പിരിയും വരെ. അകലെ മദീനയിൽ ഒരു വിരുന്ന് കൽബിൽ യാ നബിയെ ഓർത്തിരുന്ന് അഹദോട് തേടും പല നാൾ കരഞ്ഞ് നൽകണമെൻ മോഹം പൂവാണിഞ്ഞ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ നാളെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും എല്ലാം അല്ലാഹു ഈ മാസത്തിന്റെയും ദിവസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും അല്ലാഹു നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബ മിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണം റബ്ബേ. ഞങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. പ്രിയമുള്ളവരെ, സമയം വളരെ കുറവാണ്. ഇപ്പൊ തന്നെ 1 മണിയാവാനേ. പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സമയാവും. പള്ളിയിലാണെങ്കിൽ ആൾക്കാരുമില്ല. ഇന്നാണെങ്കിൽ ഈ ലോകത്തുള്ളത് മുഴുവനും പറയാനുണ്ട്. റജബാണ്, റിപ്പബ്ലിക് ഡേ ആണ്, പിന്നെ അതുകൂടാതെ വേറെ ദീനിയായ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ലോകത്ത് നിസ്കാരം തന്നെ അല്ലാഹു തആല ഈ ഉമ്മത്തിന് ഫർളാക്കിയ മഹത്തായ ഒരു മാസമാണ് റജബ്. നമ്മൾ ചിന്തിക്കുമല്ലേ, എന്തിനാ ഈ റജബില് അല്ലാഹു തആല നമ്മൾ പല കാര്യങ്ങളും ഖുർആൻ എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും വലിയ സൂറത്തിന് അല്ലാഹു തആല കൊടുത്ത പേര് അൽ ബഖറ, നാൽക്കാലി മൃഗം എന്നാണ്. അല്ലാഹു തആല ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിലതിന് അല്ലാഹു തആല നാമകരണങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു പ്രത്യേക കാരണമുണ്ടാകും. റജബ് എന്നത് സ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ ശഫീഉനാ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളുടെ നിസ്കാരം എന്താണ്? മുഅ്മിനീങ്ങളുടെ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതാ സ്വലാത്തു, നിസ്കാരം. നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു തആല സമ്മാനമായി കൊടുത്ത ഒരു മഹത്തായ അനുഗ്രഹമാണ് നിസ്കാരം. നിസ്കാരത്തിലെ അശ്രദ്ധയും അതിലേക്ക് കാണിക്കുന്ന മടിയുമാണ് ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫലസ്തീനിലെ വെടികൾ നിർത്തൽ തുടങ്ങിയ ആ ഒരു കരാറിൽ ഏർപ്പെട്ട ഉടനെ അവർ ചെയ്തത് അവരുടെ വീടുകൾ നന്നാക്കാനല്ല, അവിടെ പൊളിഞ്ഞു കിടന്ന മുഴുവൻ പള്ളികളും തൈക്കാവുകളും എല്ലാം
പൊടി തട്ടിയെടുത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് ഫലസ്തീനിന്റെ മക്കൾ 1.5 വർഷമായി അവരനുഭവിക്കുന്ന യാതനകളിൽ നിന്നും വേദനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവരാദ്യം ചെയ്തത് അവരുടെ വീട് ഇരിക്കുന്ന സ്ഥലം പോയി എങ്ങനെയാണ് കിടക്കുന്നതെന്നല്ല, പള്ളി എങ്ങനെയാണ് അവർക്ക് പുനർനിർമ്മിക്കാൻ സാധ്യമാവുക എന്നതാണ്. പള്ളികൾ നല്ല ആകാശം മുട്ടെ പള്ളികൾ പണിത് നല്ല ഗോപുരങ്ങളും കൊട്ടാരങ്ങളും പോലെ പണി കഴിപ്പിച്ചിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാത്ത ഒരു വളരെ തുച്ഛമായ ആളുകൾ മാത്രമായതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നിസ്കാരം എന്നത് ഏതൊരു പ്രതിസന്ധിക്കും നിസ്കാരമാണ് ഏറ്റവും പരിഹാരം. അല്ലേ? ബദരീദ്ദത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടന്ന് നിസ്കരിച്ചതിന് ശേഷമാണ് അല്ലാഹുവിന്റെ അടുത്ത് സഹായം ചോദിച്ചത്. മുസ്ലിമായ ഒരു മനുഷ്യന് റജബ് മാസം എന്നത് ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ മാസത്തിൽ റജബ് എന്താണ്? 27ന്റെ പകലിൽ ഒരാൾ നോമ്പ് പിടിച്ചാൽ 60 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചതിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തുടർച്ചയായിട്ട് നമുക്ക് ആർക്കെങ്കിലും 60 മാസം നോമ്പ് പിടിക്കാൻ പറ്റുമോ? 60 മാസം പോയിട്ട് എന്റെ പൊന്നുസ്താദ് റമദാനിക്ക് പോലും ഞങ്ങൾ നോമ്പെടുക്കല്ല. പിന്നെയാണ് 60 മാസം. റമദാനിക്ക് പോലും നോമ്പെടുക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടത്തെക്കാൾ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതാണ് നമ്മുടെ കളമശ്ശേരി, തൃക്കാക്കര, കാക്കനാട് ഭാഗമൊക്കെ. റമദാന്റെ പകല് പോലും നോമ്പെടുക്കാതെ നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിഷിദ്ധമാണ്, പാടില്ല, ഹറാമാണ്, തെറ്റാണ്. നിസ്കാരം അല്ലാഹു തആല ഈ ഉമ്മത്തിന് വരദാനമായി നൽകിയ മാസമാണ് റജബ്. ആ ദിവസത്തിന്റെ പകലിൽ നിങ്ങൾക്ക് നോമ്പെടുക്കൽ സുന്നത്താണ്. എപ്പോഴാ ഈ നോമ്പ് ഇങ്ങനെ റജബിന്റെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എപ്പോഴാ? 2 കാരണങ്ങളാണ് മഹാന്മാര് പറയുന്നത്. നിബിതങ്ങൾ ഈ ലോകത്തെ പടയ്ക്കാൻ കാരണദൂതനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഈ ലോകം പടയ്ക്കാൻ കാരണം അല്ലാഹുവിന്റെ റസൂലാണ്. ആ റസൂലിന് ഹിജ്റയുടെ 10ാം വർഷം അനുഭവിക്കേണ്ടി വന്നത് പ്രയാസം, മാനസികമായ പ്രയാസമാണ്. ഏത് പ്രയാസമാണ്? തന്റെ സഹധർമ്മിണിയായ ഖദീജ എന്ന പെണ്ണാണ് ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ഹിജ്റയുടെ 10ാം വർഷമാണ്. ഹിജ്റയുടെ 10ാം വർഷം നമ്മുടെ ഭാര്യ മരണപ്പെട്ടു പോയവർക്ക് ചോദിച്ചറിയാൻ പറ്റും അതിന്റെ വിഷമം എന്താണെന്ന്. നബി തങ്ങൾക്ക് ആൺമക്കൾക്ക് ജന്മം കൊടുത്ത നബി തങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച ഒരേ ഒരു ഭാര്യയാണ് ഖദീജ ബീവി. മറ്റുള്ളവർക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ല. ഖദീജ ബീവിയിൽ ആൺമക്കൾക്ക് ജന്മം നൽകിയ നബി തങ്ങളെ പ്രയാസകരമായ നിലയിൽ ഈ ദീൻ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകാൻ നിന്നപ്പോ അവിടുത്തെ സമ്പത്തും പൈസയും എല്ലാം കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തി കൊണ്ടുവന്ന ആ പ്രവാചകൻ കച്ചവടക്കാരനായ മുഹമ്മദിന്റെ ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന 40ാമത്തെ വയസ്സിൽ കടന്നു വന്ന സഹധർമ്മിണിയായ പൊന്നോമന ഭാര്യ മരണപ്പെട്ട വിഷമത്തിലിരുന്ന പിറ്റേ ദിവസം അബൂ താലിബ് മരണപ്പെട്ടു പോയി. പിറ്റേ ദിവസം ഒരാൾ മരിച്ചവിടെ നെല്ലിക്കുഴിയിൽ ഞങ്ങളുടെ സ്വന്തത്തില് കല്യാണം നടന്ന് പിറ്റേ ദിവസം അവിടുത്തെ ഉപ്പ മരണപ്പെട്ടു പോയി. പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആപ്പാടെ ആവശ്യം നടത്തേണ്ടി വന്നു. ആ പന്തലിൽ കൊട്ടാരം കാസിം എന്ന് പറയും. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. മകളുടെ നിക്കാഹ് കഴിഞ്ഞ് പിറ്റേ ദിവസം മരണപ്പെട്ടു. അറിയില്ലേ കാസിം കൊട്ടാരം? എന്റെ ഉമ്മച്ചിയുടെ ഒരു മാമാടെ മകനാണ്. കല്യാണത്തിന് കെട്ടിയ പന്തലിൽ തന്നെ മരണ ആവശ്യം നടത്തേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണിയായ ഖദീജ ബീവി മരണപ്പെട്ട വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം അബൂ താലിബ് നബി തങ്ങളുടെ പിതൃവ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായി സഹായിച്ചവരാണ്. രണ്ടുപേരുടെയും മരണം നബി തങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ മനസ്സിന് ഉല്ലാസം കിട്ടാൻ യാത്ര പോകലാണ് ഏറ്റവും നല്ലത്. മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എല്ലാരും പറയും നമുക്കൊരു യാത്ര പോവാം, ഒരു ടൂറ് പോവാം.
കാരണം യാത്രയിലൂടെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ മറഞ്ഞ് മെമ്മറിയിലേക്ക് വരുമ്പോ അവന്റെ ഓർമ്മകൾ ഇങ്ങനെ മാറി പോയി. അങ്ങനെ നബി തങ്ങൾ ആമുൽ ഹുസൻ, അതായത് ദുഃഖവർഷം എന്ന പേരിട്ടു ആ കൊല്ലത്തിന്. ഈ രണ്ടുപേരുടെയും മരണം സംഭവിച്ചത് കൊണ്ട് ആ വർഷത്തിനിട്ട പേര് ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്നാണ്. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല നല്ലൊരു യാത്ര പോകാൻ വേണ്ടി തയ്യാറാകൂ നബിയേ. അങ്ങനെ അതാ ജിബ്രീൽ ബുറാഖ് എന്ന വാഹനം കൊണ്ടുവന്ന് അങ്ങനെയാണ് 7 ആകാശങ്ങളും കടന്ന യാത്ര പോയത്. അർശ് കണ്ട രാത്രിയാണ്, ഉർസ് കണ്ട യാത്രയാണ്, സിദ്റത്തുൽ മുന്തഖ കണ്ട രാത്രിയാണ്. ലോകത്തെ അല്ലാഹു തആല കോടാനുകോടി വിസ്തൃതിയിൽ പണിതതായ സ്വർഗം കണ്ട രാത്രിയാണ്. നരകവാസികൾ ചുട്ടരിക്കുന്ന നരകം കണ്ട രാത്രിയാണ്. ഈ രാത്രിയിലാണ് അല്ലാഹു തആല ഈ ഉമ്മത്തിന് നിസ്കാരം ഫർളാക്കിയത്. കാരണം റജബ് 27-ന് അല്ലാഹു തആല ഇസ്റാഉം മിഅ്റാജും എന്ന നബി തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും ഒന്നാമത്തത് ഖുർആനും രണ്ടാമത്തത് ഇസ്റാഉം മിഅ്റാജുമാണ്. ഈ സംഭവങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ദുഃഖിതനായ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് സന്തോഷിപ്പിക്കാനും മനസ്സിനൊന്നൊരു സമാധാനം കിട്ടുവാനും വേണ്ടിയാണ്. പിന്നെ ഒരു കാരണമേതാണ്? ഭൂമിയും ആകാശവും തമ്മിലുള്ള ചെറിയൊരു തർക്കമായിരുന്നു. ഭൂമി ആകാശവും തമ്മിൽ ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടു. ഭൂമി പറഞ്ഞേ, ഞാനാണ് ഈ ഭൂമി, എന്താണ് ആകാശമേ, നിന്നെക്കാൾ ശ്രേഷ്ഠമായത് ഞാനാണ്. കാരണം എനിക്ക് അല്ലാഹു തആല പച്ചപ്പ് തന്നു, എന്താണ് മലകൾ തന്നു, പർവ്വതങ്ങൾ തന്നു, സമുദ്രങ്ങൾ തന്നു, തോട് തന്നു. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കാ. നിന്നിലേക്ക് നോക്കിയാൽ വല്ലതും കാണാൻ പറ്റുമോ? ആകാശത്തിൽ വല്ലതും ഉണ്ടോ? ഭൂമി പറഞ്ഞ് എനിക്കാണ് അല്ലാഹു അനുഗ്രഹങ്ങൾ കൂടുതൽ തന്നത്, അതുകൊണ്ട് എന്നെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു? ഭൂമി പറഞ്ഞു. അപ്പൊ ആകാശം പറഞ്ഞു, നിന്നെയല്ല അല്ലാഹു തആല അനുഗ്രഹിച്ചത് എന്നെയാണ്. എന്താണ് അതിന് കാരണമെന്നറിയുമോ? ഈ ലോകത്ത് അല്ലാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളായ മലായിക്കത്തുകളുണ്ട്. മനുഷ്യനിന്നേ വരെ കണ്ണുകൊണ്ട് കാണാത്ത 600 ചിറകുകളുണ്ട്. ജിബ്രീലിൽ എന്ന ആയിഷ ബീവി പഠിപ്പിച്ച മലക്കുകളുടെ ലോകം വന്ന ആകാശത്താണ്. അതുകൊണ്ട് ഭൂമിയെ നീ ഒന്നും പറയണ്ട. ജനങ്ങളുടെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും റൂഹ് പിടിക്കുന്ന അസ്രായീൽ വസിക്കുന്ന ആകാശം, ലോകത്ത് മുഴുവനും മഴയും മഴയും വെള്ളവും മഴക്കാറുമെല്ലാം ഇടിയും ഇടിമിന്നലുമെല്ലാം നടത്തുന്ന മീകായിൽ ആകാശത്താണ്. മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന കാബിലുൽ അർവാഹ് ആകാശത്താണ്. ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചു കൊടുത്ത മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അവർ ആകാശത്താണെന്ന് ആകാശം പറഞ്ഞു നിന്നു. ആകാശം പറഞ്ഞു, നീ അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട, എന്റെ കയ്യിലുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ. നീ വിചാരിക്കും പോലെ ഞാൻ മോശമാണ്. ആകാശത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസത്തിൽ പെട്ടതാണ് എന്താണ്? മലക്കുകളിലുള്ള വിശ്വാസം. ആ മലക്കുകളുടെ വാനലോകം, ആ മലക്കുകൾ മുഴുവനും അള്ളാഹുവിന് സദാ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഭാഗം മുഴുവനും തങ്ങി നിൽക്കുന്നത് ആകാശത്താണെന്ന് ആര് പറഞ്ഞു? ആകാശം ഭൂമിയോട് പറഞ്ഞു. ഭൂമി പറഞ്ഞു, എന്നാൽ നീ കേട്ടോ, ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി വരുന്ന കഅബാലയമുണ്ടല്ലോ, ഈ കഅബാലയം ഭൂമിയിലാണ്. കഅബാലയം ഭൂമിയിലാണ്. ലോകത്തുള്ള കോടാനുകോടി വിശ്വാസികൾ, ലോകത്തെ 150 കോടി വിശ്വാസികളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാത്രം 18 കോടി വിശ്വാസികളുണ്ട്. ലോകത്ത് മുഴുവനും 150ഓളം വരുന്ന മുസ്ലിം സമൂഹമുണ്ടല്ലോ. അവിടെ ഹജ്ജ് കർമ്മത്തിനായി വരുന്ന പരിശുദ്ധ കഅബാലയമുണ്ടല്ലോ. ഭൂമി പറഞ്ഞു, ആ കഅബാലയം എന്നിലാണ്. ആകാശം പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, നോക്കട്ടെ. എന്നാൽ കേട്ടുകൊള്ളു ഭൂമിയെ,
അല്ലാഹുവിന്റെ അർശ് നിലകൊള്ളുന്നത് അത് എന്നിലാണ്, ആകാശത്തിലാണ്. ലോകത്തിന്റെ അർശിന്റെ അടിയിലെ നിധി എന്ന് കേട്ടിട്ടില്ലേ? അത് ആമന റസൂലാണ്. അള്ളാഹുവിന്റെ അർശിന്റെ അടി, ആ അർശ് എന്നത് സിംഹാസനം എന്നത് ആകാശത്താണ്, കുർസും ആകാശത്താണ്, ലൗഹും ആകാശത്താണ്, കലമും ആകാശത്തിലാണ്. കുറെ അത്ഭുതങ്ങൾ ആകാശം ഇങ്ങനെ പറഞ്ഞു. നമ്മൾ നോക്കുമ്പോ കാണുന്ന ഈ എന്താണ് സ്കൈ ബ്ലൂ കളറിലുള്ള ഈ ഒരു ആകാശം എന്നത് വെറും നിസ്സാരമാണെന്ന് നിങ്ങൾ തോന്നരുത്. ഭൂമി പറഞ്ഞു ശരിയാണല്ലോ. അങ്ങനെ അതാ ഭൂമി പിന്നെയും പറഞ്ഞു ആകാശങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ ഭൂമി പിന്നെയും പറഞ്ഞു എന്നാൽ കേട്ടുകൊള്ളൂ ആകാശമേ, ലോകത്ത് മുഴുവനും ഒരു പ്രഭയായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭയായ അഷ്റഫുൽ ഖൽഖിന്റെ റൗള ശരീഫ് ഉണ്ടല്ലോ, മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ദുനിയാവിലെ സ്വർഗ്ഗമുണ്ടല്ലോ, അത് നിലനിൽക്കുന്നത് എന്റെ ഭൂമിയിലാണ്, അത് നിലനിൽക്കുന്നത് എന്റെ ഭൂമിയിലാണ്. ഈ ലോകത്തുള്ള അള്ളാഹുവിന്റെ സർവ്വ മലക്കുകളും വന്ന ഭൂമിയാണ്, സർവ്വ പ്രവാചകരും വന്ന് തവാഫ് ചെയ്ത കഅബയാണ്. ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ ആകാശത്തിന് മറുപടി ഉണ്ടായില്ല. സ്വർഗം, ദുനിയാവിലെ 2 സ്വർഗത്തിൽ ഒരു സ്വർഗം എന്റെ റൗളയും എന്റെ മിമ്പറും ഉൾക്കൊള്ളുന്ന സ്ഥലത്തിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഇനി ഇതിലും വലിയ ഒരു തെളിവ് എന്താണ്, സമ്മാനം ഇനി എന്താണുള്ളത് ഭൂമിക്ക്? ഈ ലോകം മുഴുവനും നശിച്ചാലും നശിക്കാത്ത അള്ളാന്റെ പ്രവാചകന്റെ ആ ഖുർആൻ കൊണ്ട് അനുഗ്രഹീതമായ ആ പ്രവാചകന്റെ സ്ഥിരസത്ത മദീന എന്ന മദീന മുനവ്വറയിൽ നിലകൊള്ളുന്ന ഭൂമി അത് എന്റെ പുറത്താണെന്ന് ഭൂമി അവകാശപ്പെട്ടപ്പോ ആകാശത്തിന് സങ്കടമായി. ഇനിയൊന്നും ആകാശത്തിന് പറയാനില്ല. ഇനി പറയാനുള്ളത് റബ്ബിനോടാണ്. റബ്ബിനോട് അല്ലാഹു തആലയോട് ആകാശം പരാതി പറഞ്ഞു, അല്ലാഹ് ഭൂമിയുടെ മുന്നിൽ എനിക്ക് പെരുമ കാണിക്കാൻ ഞാൻ തോറ്റുപോയി റഹ്മാനെ. ഭൂമിക്ക് ഇന്ന അത്ഭുതങ്ങൾ നീ കൊടുത്തില്ലേ, ഇന്ന അനുഗ്രഹങ്ങൾ ഭൂമിക്ക് നീ കൊടുത്തില്ലേ. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനെ, എനിക്ക് നീ എന്തെങ്കിലും മേന്മ നടിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് നീ എനിക്ക് നൽകണേ അല്ലാഹ്. അങ്ങ് പ്രയാസപ്പെടുന്നവരുടെ ദുആ കേൾക്കുന്നവനല്ലേ. ഉടനെ അല്ലാഹു തആല പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ലോക അത്ഭുതമാണ്. ഭൂമിക്ക് കിട്ടിയതിനേക്കാൾ അത്ഭുതമാണ് നിനക്ക് ഞാൻ തരാൻ പോണത്. എന്താണത്? അല്ലാഹു തആല പറഞ്ഞു, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും മുഖാമുഖം സംവദിക്കാൻ പോകുന്നത് ആകാശമേ അത് നിന്നിലാണ്. ഇതിനു മുമ്പും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ഇതുപോലെ അടുത്തിട്ടില്ല. കാബ കൗസൈനി, അമ്പും വില്ലുകളും അടുക്കുന്നത് പോലെ ഒരു അമ്പ് തൊടുത്ത് വിടുമ്പോൾ എത്രത്തോളമാണ് അമ്പും ആ വില്ലും തമ്മിൽ അടുത്തത്, ഇതുപോലെയല്ല. അതിനേക്കാളും അവനും അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവും അടുത്ത ആ പരിശുദ്ധമായ കൂട്ടായ്മയുണ്ടല്ലോ, ആ കൂടിച്ചേരലുണ്ടല്ലോ, ആ കൂടിച്ചേരാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തത് ആകാശമേ നിന്നെയാണ്. അതുകൊണ്ട് നീ പേടിക്കേണ്ടതില്ല. ഭൂമിയോട് നിന്നെ ഈ മേന്മ പറഞ്ഞുകൊണ്ട് നീ എന്താണ് മേന്മ നടിച്ചോ. ശഫീഉനാ റസൂലുള്ളാഹി. ഇങ്ങനെ ആകാശ ഭൂമികൾ നടന്ന ഭൂമികൾ അള്ളാന്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾക്ക് തന്നെ ആ സൂറത്ത് സുബ്ഹാനല്ലദീ, അല്ലാഹു നമ്മൾ അത്ഭുതങ്ങൾ കാണുമ്പോൾ സുബ്ഹാനല്ലദീ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നത്. ഇങ്ങനെ ആകാശവും ഭൂമിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിന്റെയും ഇതിന്റെ പ്രത്യുപകാരമായിട്ട് അല്ലാഹു തആല ആകാശത്തിന് കൊടുത്ത ഒരു മഹത്തായ അനുഗ്രഹമാണ് ഇസ്രാഉം മിഅ്റാജും. ഇത് നിഷേധിക്കാൻ പാടില്ല. നിഷേധിക്കുന്നവൻ കാഫിറാണ്.
നിഷേധികൾക്ക് ദുനിയാവിൽ സ്ഥലമില്ല. അള്ളാന്റെ അദാബിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? കാലിഫോർണിയയിലും ഇന്നലെയും ഒഴിപ്പിച്ചു 70,000 പേര്. ഇന്നലെ ഒഴിപ്പിച്ചു ലോസ് ഏഞ്ചൽസിൽ 70,000-ത്തിലധികം പേര്. തീ അണഞ്ഞിട്ടില്ല. ന്യൂയോർക്ക് സിറ്റിയിലേക്ക് തീ പടർന്നാൽ ന്യൂയോർക്ക് സിറ്റിയുടെ അടിയിൽ മുഴുവനും അമേരിക്കയുടെ ആയുധ ശേഖരമാണ്. അതിലേക്ക് തീ പടർന്നാൽ പിന്നെ അവർ വിചാരിച്ചതിലും വലിയ ഈ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറും അത്. അമേരിക്കയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ട രാജ്യങ്ങളെയും മുസ്ലിം ഭൂരിപക്ഷ നാടുകളെയും ആക്രമിക്കുകയും അനാചാരങ്ങളും മുഴുവനും നടക്കുന്ന കാലിഫോർണിയയിൽ ചിന്തിക്കണം നിങ്ങൾ. ഇക്കഴിഞ്ഞ വർഷം 37,000 ഭൂകമ്പങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. 37,000 ഭൂമി കുലുക്കമാണ് ലോസ് ഏഞ്ചൽസിൽ ഇക്കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. ചെറിയ റിക്ടർ സ്കെയിലിൽ 1, 2, 3 ഒക്കെ രേഖപ്പെടുത്തുന്ന ചെറിയ ചെറിയ കുലുക്കങ്ങൾ എല്ലാ വർഷവും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഖുർആന്റെ പേജ് വലിച്ചു കയറിയ ഒരേ ഒരു രാജ്യം അത് ജപ്പാനാണ്. ജപ്പാനിൽ എല്ലാ ദിവസവും ഭൂമി കുലുങ്ങുന്നുണ്ട്. ഭൂമി കുലുക്കത്തിൽ ലോകത്ത് വാർഷികം ആഘോഷിക്കുന്ന ഒരേ ഒരു രാജ്യം അത് ജപ്പാനാണെങ്കിൽ ഈ അമേരിക്കയിലും ഭൂമി കുലുങ്ങുന്നുണ്ട്. 37,000 ഭൂമി കുലുക്കമാണ് ഒരു വർഷത്തിൽ ആവറേജ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെയോ 6 മാസമായിട്ടുള്ളൂ കാലിഫോർണിയയെ അവിടുത്തെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. 6 മാസം. കാരണം എന്താണ്? സെലിബ്രിറ്റികളായ അന്താരാഷ്ട്ര സിനിമാ നടന്മാര് ബോളിവുഡ് അവരിൽ നിന്നാണ് കണ്ണു പതിപ്പിച്ച സ്ഥലമാണ്. എന്താ അതിന് കാരണം? ഇക്കഴിഞ്ഞ കുറച്ചു കാലമായി അവിടെ എണ്ണയുടെ ഉറവിടം കണ്ടു തുടങ്ങി. ലോകത്തെ 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അതുപോലെ എന്താണ് ഓസ്ട്രേലിയ. ഇങ്ങനെ 7 ഭൂഖണ്ഡങ്ങളിൽ അതിപ്രധാനമായ 2 ഭൂഖണ്ഡങ്ങൾ അമേരിക്കയിൽ നിലനിൽക്കുന്നു. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അള്ളാന്റെ അദാബ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ അല്ലാഹു തആല കൊടുക്കുന്നത് തടയാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇസ്രായേലിനുള്ള ആയുധങ്ങളൊക്കെ കൊടുക്കലൊക്കെ നിർത്തിയിട്ട് സ്വന്തം രാജ്യത്ത് നടക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ നോക്കി. അപ്പോഴത്തേന് അല്ലാഹു തആല യുദ്ധം അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇത് അത്ഭുതമാണ്. കാരണം ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഫലസ്തീൻ. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ഖുർആൻ പരാമർശിച്ച സ്ഥലമാണ്. ബാറക്നാ ഹൗലഹു എന്നൊരിക്കലും ഖുർആൻ നുണ പറയില്ല. ഖുർആനിൽ ഒരു കളവില്ല. ഖുർആൻ സത്യസന്ധമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഫറോവയെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തി എങ്ങനെയാ? ലോകത്ത് ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം സൂര്യന്റെ വെയിലേറ് തട്ടിയ ഒരേ ഒരു സ്ഥലമുള്ളൂ. ആ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? സൂര്യകിരണങ്ങൾ, സൂര്യന്റെ വെട്ടം പതിഞ്ഞ ഒരു സ്ഥലം, അത് ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യമാണ് ഇന്നോളം ഈ ഭൂമിയിൽ വെയിലേറ് തട്ടിയിട്ടുള്ളൂ. ആ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരൊറ്റയ്ക്കൊരു പ്രാവശ്യം നൈൽ നദിയുടെ ചെങ്കടലിൽ മഹാനായ മൂസാ നബി ചെങ്കടലിൽ അടിച്ചപ്പോ ആ ചെങ്കടൽ ഇങ്ങനെ പിളർന്ന് റോഡായി മാറി. ഈ ഒരു സ്ഥലത്ത് ഒരൊറ്റയ്ക്കൊരു പ്രാവശ്യമാണ് സൂര്യന്റെ വെയിൽ തട്ടിയിട്ടുള്ളൂ. ആ സ്ഥലത്ത് വച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല കൊന്ന ധിക്കാരിയായ ഭരണാധികാരിയാണ് ഫറോവ. ഖുർആൻ തന്നെ പറഞ്ഞു ഫല്യൗമ നുനജ്ജിക ലിബദനിക ലിമൻ ഖൽഫക ആയ. എന്താ പറഞ്ഞത്? ഇന്നേ ദിവസം നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. നിന്റെ ഭൗതിക ശരീരം ഇന്നും എന്താണ് കൈറോയിലെ മ്യൂസിയത്തിൽ ഇന്നും അതിൽ ശേഖരിച്ചു വച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? നിനക്ക് ശേഷം ധിക്കാരികൾ ഈ ഭൂമിയിൽ വന്ന് കുഴപ്പമുണ്ടാക്കും. ആ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് ഒരു പാഠമായിരിക്കണം നിന്റെ. ഏത് ധിക്കാരികൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാലും ആ ദിവസം ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തു. അതിനു വേണ്ടി നിനക്ക് ശേഷം ഈ ഭൂമിയിൽ എത്ര ധിക്കാരികൾ വന്നാലും അവർക്കൊരു ദൃഷ്ടാന്തമാണ്. ജനങ്ങളിൽ അധികം ആളുകളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധനാണ്.
അതുകൊണ്ട് ഭൂമിയിൽ അല്ലാഹു തആല കുഴപ്പമുണ്ടാക്കാൻ ഒരാൾക്കും അവകാശമില്ല. കാമുകനെ കൊന്ന കാമുകിയോട് ചോദിച്ചു, നിനക്ക് അയാളെ കൊന്നിട്ട് വല്ല മനസ്സാന്തര വിഷമോ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവള് പറയാ, എനിക്ക് ഒരു മനസ്സാന്തരം, ഒരു വിഷമവും ഇല്ല. 10 കൂടി വന്ന 2 ഇരട്ട ജീവപര്യന്തം കൂടി വന്ന എനിക്ക് 38 വയസ്സാകുമ്പോ പുറത്തിറങ്ങി സുഖമായി ജീവിക്കാലോ. ആലുവയിൽ പറവൂരിൽ 3 പേരെ കൊലപ്പെടുത്തി ഒരാൾ അതീവ ഗുരുതരമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അവനോടും ചോദിച്ചു, നിനക്ക് കൊലപാതകത്തിൽ നിരപരാധികളെ കൊന്നതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അവൻ പറയാ, ആ 4ാമത്തെ അവൻ മരിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന പൊന്നുമോനുണ്ടാ മോനോട് ചോദിച്ചു, ലഹരിക്കടിമയായ പൊന്നുമോനോട് ചോദിച്ചു, അർബുദ രോഗിയായ ഉമ്മയെ കൊന്നതിന്റെ പേരിൽ നിനക്ക് വല്ല വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ജന്മം തന്ന ഉമ്മാനെ കൊന്നത് എനിക്ക് ജന്മം തന്നതിന്റെ പ്രതികാരമായിട്ടാണ്. ഇതാണ് ലോകം. ധിക്കാര മനസ്സാണ് മനുഷ്യന്റെ മനസ്സ്. കല്ലാണ്. കല്ലിന് പിന്നെയും ഒരു മനസ്സാന്തരം, ഒരു അലിവുണ്ടാകും. മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും അപകടകാരി. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് കാണാൻ ഈ ലോകത്ത് അള്ളാഹുവിനല്ലാതെ ഈ ഒരൊറ്റ ശക്തിക്കും അറിയാൻ പറ്റില്ല. ചിരിക്കുന്ന മുഖത്തോടുകൂടി കഴുത്തറുത്ത് കളയാൻ ഈ ദുനിയാവിൽ മനുഷ്യനോളം, അത് മലക്കുകൾ തന്നെ പറഞ്ഞല്ലോ മനുഷ്യനെ, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന മനുഷ്യനെ എന്തിനാണ് ഭൂമിയിൽ പടക്കണമെന്ന് ആദ്യം തന്നെ മലക്കുകൾ മനുഷ്യനെ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ചോദിച്ചതാ. കൊലപാതകങ്ങൾ അധികരിക്കുന്നത് കൊണ്ട് ഭൂമിയിലെ ബറക്കത്ത് അല്ലാഹു തആല എടുത്തു കളയും. കാരണം ഈ ദുനിയാവിൽ വജ്തനിബു സബ്അൽ മൂബിഖാത്ത് 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൽ 2ാമത്തെ പാപമാണ്, 3ാമത്തെ പാപമാണ് അൽ ഖത്ലു, കൊലപാതകം. ശിർക്ക്, സിഹ്ർ, അൽ ഖത്ലു, കൊലപാതകം. കൊലപാതകം നടക്കുന്നതിലൂടെ ഭൂമിയിൽ അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബറക്കത്ത് അങ്ങോട്ട് എടുത്തു കളയും. പിന്നെ അള്ളാഹുവിന്റെ ബറക്കത്തില്ലെങ്കിലോ അള്ളാഹുവിന്റെ ശിക്ഷയാണ് പിന്നെ ഇറങ്ങുക. അത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ലോകരാജ്യങ്ങളിൽ എന്താണ് 2 ഭൂഖണ്ഡങ്ങളാകെ നിലനിൽക്കുന്ന അമേരിക്കക്ക് പോലും അവിടെ ഉണ്ടായ തീയിനെ പ്രതിരോധിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കരിച്ച് ചാമ്പലാക്കിയാണ് അല്ലാഹു തആല കളയണത്. ചുമ്മായുള്ള ശിക്ഷയൊന്നുമല്ല, പോയി നോക്കണം. അവിടെ കോടികളും കോടാനുകോടികളുമാണ് അവർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഇത് അള്ളാഹിന്റെ അദാബ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് റജബ് 27 സുന്നത്ത് നോമ്പ് വരുന്ന ചൊവ്വാഴ്ചയാണ്. എല്ലാവരും പിടിക്കണം. മുസ്ലിം സമുദായം മുഴുവനും നിസ്കാരത്തിലേക്ക് മടങ്ങണം. അസ്സലാത്തു തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീ വെറുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവകളെ തൊട്ട് നിന്നെ തടഞ്ഞു നിർത്തുന്ന മഹത്തായ പരിചയാണ് നിസ്കാരം. ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിസ്കരിക്കാൻ ഒരു മടിയും കാണിക്കില്ല. നിസ്കാരത്തിൽ കാണിക്കുന്ന അലസതയും മടിയുമാണ് ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികൾ. അല്ലാഹു തആല കൃത്യമായി നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഫർള് നോമ്പ് ഖളാ ഉള്ളവർ റജബ് 27 അന്ന് എന്റെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഇന്ന നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ തന്നെ 2 കൂലി കിട്ടും. ഫർള് നോമ്പ് ഖളാ വീട്ടിയ കൂലി കിട്ടും, റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിച്ച കൂലിയും കിട്ടും. അപ്പൊ അതെല്ലാം ഓർത്തിരിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ 3 സഹോദരന്മാർ സംഭാവന, പ്രത്യേകം ദുആ ചെയ്യാൻ 2 സഹോദരങ്ങൾ സംഭാവന. അതുപോലെ അടിവാട് സ്വദേശിയായ 2 വർക്കുകളും പ്രവർത്തനരഹിതമായ ഒരു സഹോദരൻ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. ആ ജമാഅത്തിന്റെ കത്തുമായി വന്ന അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം. അതുപോലെ മയ്യത്ത് നിസ്കരിക്കാൻ ചെറുവട്ടൂര് വള്ളോമ്പടിയിൽ അലിയാർ മകൾ നിഷ, കൊല്ലം ചെന്താരയിൽ സെയ്ദ് മുഹമ്മദ് ഭാര്യ ഉമ്മ കുൽസും, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم അർഹമർ റഹീമീനായ രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനേ ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ ആ മക്കളെല്ലാ ദിവസവും മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറയുന്നു അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണേ ജീവിതകാലത്ത് അവരിൽ നിന്നും വന്നുപോയ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനേ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ച മുഴുവൻ കുറ്റങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാഹുവേ പള്ളിയിലേക്ക് സ്വതക്കകൾ ചെയ്യുന്നവരുണ്ട് സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് പള്ളിയുടെ മുകളിൽ വറക്കുകൾ നടക്കുന്നു സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റബ്ബേ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഒരു സഹോദരൻ മിമ്പർ പണിയാൻ പണിഞ്ഞു തരാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് നീ സ്വീകരിക്കണേ നീ കബൂലാക്കണേ അല്ലാഹുവേ പടച്ചവനെ ഖാലിസായ ഇഖ്ലാസുള്ള മനസ്സോടെ ഒരാളും അറിയരുതെന്ന നെയ്യത്തോടെയാണ് നീ കബൂലാക്കണേ റബ്ബേ നിന്റെ ദീനിന് വേണ്ടിയാണ് നിന്റെ ഭവനത്തിന് വേണ്ടിയാണ് നീ കബൂലാക്കണേ അല്ലാഹുവേ ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരെ നീ അനുഗ്രഹിക്കണേ ദാരിദ്ര്യങ്ങൾ തുടച്ചു നീക്കണ റഹ്മാനെ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണ റഹ്മാനെ നിനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണ റബ്ബേ ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും എല്ലാവിധത്തിലുള്ള മുസീബത്തുകളെ തൊട്ട് കാക്കണേ ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ